അദ്ദേഹം പഠിക്കാനായിട്ടൊക്കെ പോകുന്നൊരു സാഹചര്യം വന്നപ്പോൾ ഒരു ചെറിയൊരു സെൻഡ് ഓഫ് എന്ന രീതിയിൽ തന്നെ ചെറിയൊരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് കൂടിയിട്ടുള്ളത്. അതിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ? ഒരു ചെറിയൊരു കഥ വേറൊന്നുമില്ല. നമ്മൾ ഇത്രയും നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച് മറ്റത്തിൽ നിന്ന് അതിന് ആ ഒരു ചെറിയൊരു എല്ലാ സഹായങ്ങളും ഉൾപ്പെടെ മൊത്തത്തിലൊന്ന് കൂടണമെന്നുള്ളൊരു ആലോചനയിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പം ഓരോരുത്തരും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയും. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഒന്ന് രണ്ടുപേരോട് വരാനുണ്ട്. ബാക്കിയുള്ള സംഘങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായാലും ഇത്രയും നാൾ നമുക്ക് നല്ല തന്നെ നമ്മളോട് ആ ഒരു നല്ലൊരു സഹകരണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ പ്രവർത്തനം നേരെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ രീതിയിലും ഇവിടെ അതിന് നല്ലതിൽ തന്നെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് തുടക്കത്തിൽ തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാ രീതിയിലും ഫിനാൻസിനോട് എല്ലാ രീതിയിലും സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏകദേശം നമ്മളോട് 3-4 മാസങ്ങളായി പറഞ്ഞിട്ട് അപ്പം പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം അപ്പോൾ അതിന് പകരം ഹരി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഹരിയിൽ നിന്നാണെങ്കിലും അതിന് ഉപരിയായിട്ടുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അതിനോട് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനുണ്ട്, ഒരു നന്ദി മാത്രമേ ഉള്ളൂ. കാരണം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇവിടെ എൻ്റെ സ്വാഗതാശംസിക്കുക എന്നുള്ളതാണ് കർത്തവ്യം. സ്വാഗതാശം നമ്മുടെ ഇന്നത്തെ അധ്യക്ഷനായിട്ടുള്ള സാവചേട്ടന് ഈ യോഗത്തിലുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ സെക്രട്ടറി നമ്മുടെ അഭിലാഷയെ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബാക്കി നമ്മുടെ മാനേജർ പ്രിയ സുരേഷിനെ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ ഇത്തരം സംഘാംഗങ്ങൾ എല്ലാവരെയും ഒറ്റയായി സ്വാഗതം ചെയ്യുന്നു. അവരുടെ സ്റ്റാഫ് അംഗങ്ങളായിട്ടുള്ള അതിൽ അതുപോലെ തന്നെ ഹരി എല്ലാവരെയും ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് പുറത്തിറങ്ങിനെ ഓരോരുത്തരും മനസ്സിലാക്കണം എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന പിന്നെയാണ് നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു. കോളേജിൽ വീട്ടിൽ വരും ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങിയത്. നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്താവുമെന്ന് അറിയില്ല. നിഷാച്ചിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ആദ്യമേ ഞാൻ പഠിക്കാൻ പോയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം ജോലി ചെയ്യാനൊക്കെ തീരുമാനിച്ച് ചാറ്റിനെ സംസാരിച്ചു. പിന്നെ സാവച്ചേട്ടനാണെങ്കിലും വിളിച്ചു, അന്ന് ഇവിടെ കയറി. അങ്ങോട്ട് 1 വർഷം കടന്നു പോയതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത്ര നാളായി ഇവിടെ വന്നിട്ട് പോലും. പിന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ ചേച്ചി ചേട്ടായിക്കും പുതിയ വന്നു. സാം ചേട്ടനെ കണ്ട് പരിചയപ്പെടുന്നതെല്ലാം നല്ലൊരു കമ്പനിയാണ് എല്ലാവരും. പറയാൻ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. കിട്ടുന്നുണ്ട് കിട്ടുന്നു. ക്യാപിറ്റൽ ഫിനാൻസിന്റെ ഈ യോഗത്തിന്റെയും ഇവിടെ കൂടാൻ വേണ്ടിയിട്ടുള്ള മറ്റേ സ്റ്റാഫും എല്ലാവർക്കും